ബ്രിട്ടനിൽ ഇമിഗ്രൻസിനെതിരെ കലാപം നടക്കുകയാണ്. പ്രത്യേകിച്ച് അതായത് സായിപ്പന്മാർ തെരുവുകളിൽ ഇറങ്ങിയിട്ട് ബെൽഫാസ്റ്റിലാണെങ്കിലും അയർലൻഡിലാണെങ്കിലും ഈ ഇമിഗ്രൻസ് താമസിക്കുന്ന സ്ഥലം കത്തിക്കുകയാണ്. ബസ്സുകൾ കത്തിക്കുന്നു, ഗവൺമെൻറ്റിനെതിരെ അങ്ങ് തിരിയുകയാണ്. അപ്പം നമ്മൾ ആലോചിക്കാം, പല മലയാളി സുഹൃത്തുക്കളും അവരുടെ മെസ്സേജ് വരുന്നുണ്ട്, അതിനെപ്പറ്റി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. UK മീഡിയ, ഗ്ലോബൽ മീഡിയ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല മലയാളികളും വളരെ ഭയന്നിട്ടാണ് കഴിയുന്നത്. ഇന്ത്യക്കാരും അതിനേക്കാളും ഭയക്കുന്നു. പല സിഖുകാരും പുറത്തിറങ്ങുന്നില്ല. ഈ സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്, എവിടെ നിന്നാണ് ഇത് ഒറിജിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ ഇഷ്യൂവിനും അതിൻ്റേതായ നരേറ്റീവ്സും ഒറിജിനും പരിപാടികളുണ്ട്. നമ്മളതിൻ്റെ യഥാർത്ഥ സത്യത്തിലോട്ടങ്ങ് പോകാം. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇന്ത്യക്കാർക്കെതിരെയും, അതായത് ബ്ലാക്ക് ആയിട്ടുള്ള സെൻട്രൽ ഏഷ്യനും അറബ് രാജ്യങ്ങളിൽ നിന്നും വന്നവർക്കെതിരെയും പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്കെതിരെയൊക്കെ പ്രശ്നം ഉണ്ടാകും. നിങ്ങൾക്കറിയാം, അയർലൻഡിലെ ഒരാൾ അള്ളാഹു അക്ബർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വൈറ്റിനെ കുത്തിക്കൊല്ലുന്നു. അതേപോലെ തന്നെ ഒരു സിഖുകാരൻ പയ്യൻ അവിടെ വേറെ വൈറ്റിനെ കൊല്ലുന്നു. അങ്ങനെ പ്രശ്നങ്ങളാണ് അവിടെ. ബ്രിട്ടനിൽ ആദ്യത്തെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പെരുമ്പാവൂരാണെങ്കിലും മറ്റു പല ഭാഗത്തും അവിടെ ബംഗാളികൾ ജോലി ചെയ്യുന്നുണ്ട് പലയിടത്തും. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് 50-60% ബംഗാളികൾ എന്ന് പറയുന്നത് ഇവരോട് ചോദിക്കുവാണെങ്കിൽ മുഷീദാബാദ് എന്ന് പറയും. അപ്പം മുഷീദാബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഇവർ ബംഗ്ലാദേശികളാണ്. ഈ ബംഗ്ലാദേശികളെ കേരളത്തിൽ നിന്ന് ഒന്നടങ്കം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ പെരുമ്പാവൂരും മറ്റു പല ഫാക്ടറിയിലും ജോലി ചെയ്യാൻ ആളിനെ കിട്ടത്തില്ല. പക്ഷെ അവിടുത്തെ കംപ്ലൈൻറ്റ് എന്തുവാ? അവിടെ കഞ്ചാവ്, ഡ്രഗ്, പരസ്യമായിട്ടുള്ള പരിപാടി, ഈ സംഭവങ്ങളെ പറ്റി കംപ്ലൈൻ്റ് ഉണ്ട്. കേരളത്തിലുള്ള പല ആളുകളും പറയുന്നത് ബംഗാളികൾ വന്ന ശേഷമാണ് കേരളം ഇത്രമാത്രം നീറ്റും ഹൈജീനും അല്ലാതായി മാറിയത്. അഗ്രീഡ്. അപ്പോൾ പറയുന്നത് എന്തുവാ? അവിടുന്ന് ബംഗാളികളെ പുറത്താക്കണം. പക്ഷെ ജോലി ചെയ്യാൻ ആരാ ഉള്ളത്? ഇനി അടുത്ത് നോർത്ത് ഇന്ത്യയിലോട്ടും ഈസ്റ്റേൺ ഇന്ത്യയിലോട്ടും വരാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം വെസ്റ്റ് ബംഗാളിലും ആസാമിലും ഇലക്ഷൻ നടക്കും. റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അവർ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൊടുത്ത അജണ്ട എന്തുവാന്ന് നിങ്ങൾക്കറിയാം. അവർ പറഞ്ഞത് ഈ പറയുന്ന ബംഗ്ലാദേശികളെ മുഴുവനും നാട് കടത്തും. ഇവിടെ ബംഗ്ലാദേശികൾ വേണ്ട, അവരെ കട്ട് ചെയ്യുന്നു, SIR വരുന്നു, അവരെ ഒഴിവാക്കുന്നു, അവരെ മുഴുവനും ബംഗ്ലാദേശിലോട്ട് പറഞ്ഞു വിടണമെന്ന് പറയുന്നു. അവർക്കെതിരെ പ്രശ്നങ്ങളുണ്ടാകുന്നു, അടിയുണ്ടാകുന്നു, പിടിയുണ്ടാകുന്നു. അവരെ സപ്പോർട്ട് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയായ TMC നേതാക്കന്മാരെ അടിയുണ്ടാകുന്നു. ആ പാർട്ടി രണ്ടായിട്ട് പിളരുന്നു. ആ മമതയൊന്നും അല്ലാതായി. ഇതേ സെയിം അല്ലേ ആസാമിനുണ്ടായത്? അവിടെയും ബംഗ്ലാദേശികൾക്കെതിരെ പ്രശ്നമുണ്ടാകുന്നു, മുസ്ലിങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടാകുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കട്ടെ, ഇതല്ലയോ UK നടക്കുന്നത്? സെയിമാണ് UK നടക്കുന്നത്. ഇതാണ് വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിലുള്ള ഹിന്ദു രാഷ്ട്രീയം, മോദി BJP രാഷ്ട്രീയം തന്നെയാണ് ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്കയിൽ നടത്തുന്ന രാഷ്ട്രീയം. അത് മനസ്സിലാക്കുക. ഇത് തന്നെയാണ് AFD ജർമ്മനിയിൽ നടത്തുന്ന രാഷ്ട്രീയം. അവർ പ്രതിപക്ഷത്താണ്, അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിതി മാറി. ഇത് തന്നെയാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും നടക്കുന്ന തീവ്രമായ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. അതായത് ബംഗ്ലാദേശികളെ ആട്ടി ഓടിക്കാൻ പറയുന്നുണ്ട്. അത് ഈ പറയുന്ന യൂറോപ്പിൽ ഉണ്ടാകാൻ അല്പം ലേറ്റായിപ്പോയി. ബ്രിട്ടനിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ സംഭവം. നിങ്ങൾ മനസ്സിലാക്കുക, ലേബർ പാർട്ടിയുടെ അധികാരത്തിലാണ്. കീർ സ്റ്റാർമർ നല്ല ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ വന്ന. കൺസർവേറ്റീവ് പാർട്ടിയെ മാറ്റിയിട്ട് ലേബർ അധികാരത്തിൽ വന്നു. ലണ്ടൻ മേയർ ആരാ? പഴയ ബംഗ്ലാദേശി എന്നുള്ള അവിടുത്തെ ഒറിജിനായിട്ടുള്ള ബ്രിട്ടീഷ് സിറ്റിസൺ. അതേപോലെ അവിടുത്തെ കീ പോസ്റ്റുകളിലും ഒക്കെ ഇരിക്കുന്ന ആരാ? ഈ പറയുന്ന ഇമിഗ്രൻസ് ആയിട്ട് വന്നവർ. ഇഷ്ടം പോലെ ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന്, സെൻട്രൽ
ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇഷ്ടം പോലെ അവിടെ നിന്ന് കയറി. അവരും നമ്മൾ ഈ പറയുന്ന പോലെ പറയുന്നത്. ആ സിറ്റി നശിപ്പിക്കുവാണ്, ആ സിറ്റിയിൽ ആ സിറ്റി നശിപ്പിച്ചു, ആ രാജ്യം നശിപ്പിച്ചു. നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് ബ്രിട്ടൻ പറയുന്നത്. അമേരിക്കയിലുണ്ടായ സംഭവം നിങ്ങൾ കേട്ടില്ല? ഇന്ത്യക്കാരെ കാണുമ്പോൾ ഗോ ബാക്ക് ഇന്ത്യ, ഗോ ബാക്ക് ടു ഇന്ത്യ. ഇന്ത്യക്കാരെ ഇവിടെ വേണ്ട, H1B വിസാക്കാരെ വേണ്ട, ഇന്ത്യക്കാരെ വേണ്ട. അതാണ് റൈറ്റ് വിങ് പൊളിറ്റിക്സ്. മണ്ണിൻ്റെ മക്കൾ വാദം. അവർ പറയുന്നത് എന്താണ്? ബ്രിട്ടനിൽ അവരുടെ സംസ്കാരത്തെ നമ്മൾ നശിപ്പിക്കുന്നു. അവിടെ വലിയ ദീപാവലി ആഘോഷം, ഹോളി ആഘോഷം, ഓണാഘോഷം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അവർക്കിതൊന്നും ഇഷ്ടമൊന്നുമല്ല. നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ അവരുടെ രാജ്യം ബ്രിട്ടനാണ്. അവിടെ പൊളിറ്റിക്സിലും മറ്റുള്ള സംഭവത്തിലും നമ്മൾ കയറി കൈ കടത്തുമ്പോൾ പല ഇന്ത്യക്കാരും സിഖുകാരും ഒക്കെ അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയിലും അവിടെ അധികാരത്തിലൊക്കെ ഉണ്ട്, കീ ആയിട്ടുള്ള പോസ്റ്റിലുണ്ട്. കീ ആയിട്ടുള്ള പല ഇന്ത്യക്കാരും അവിടെ ഡോക്ടേഴ്സായിട്ടുണ്ട്, അവിടെ അക്കാഡമീഷ്യൻസ് ആയിട്ടുണ്ട്. അവർക്ക് ചാൻസ് കിട്ടുന്നില്ല. ജോലിയല്ല, നമ്മൾ വളരെ ചീപ്പായിട്ട് ജോലി ചെയ്യുന്നു, അവർക്ക് ജോലി കിട്ടുന്നില്ല. നോർമലായിട്ട് പ്രശ്നമുണ്ടാകും. ഇപ്പം ഇന്ത്യയിൽ ഹിന്ദുത്വ പാർട്ടി, അതായത് RSS, ബജറാങ് ദൾ എന്നൊക്കെ പറയുമ്പോൾ ആ പറയുന്ന അവിടുത്തെ അമേരിക്കയിലെയും ഈ ജർമ്മനിയിലെയും ബ്രിട്ടനിലെയും ഒക്കെ റൈറ്റ് വിങ് പാർട്ടിയുടെ പൊളിറ്റിക്സ് എന്തുവാ? അത് ഹാർഡ് കോർ ക്രിസ്ത്യാനിറ്റിയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ജീസസ് ആണ് അവരുദ്ദേശിക്കുന്ന ദൈവം. ഇതാണ് അതിൻ്റെ കാര്യം. ഇത് തന്നെയാണ് അമേരിക്കയിൽ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി. ഇതാണ് ടോമി റോബിൻസൺ പറയുന്നത്, റൈറ്റ് വിങ്ങിൻ്റെ ഹാർഡ് കോർ ആയിട്ടുള്ളയാൾ. അതിനകത്ത് സിഖുകാരാണോ മലയാളി ക്രിസ്ത്യനാണോ മറ്റൊന്നുമില്ല. ഇന്ത്യൻ സ്കിൻ മാത്രമാണ് അവരുടെ പ്രശ്നം. ഇന്ത്യക്കാർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേരെന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ഇവരെല്ലാവരും ഹിന്ദുക്കളായിട്ടാണ് കണക്കാക്കുന്നത്. ഇതാണ് അതിൻ്റെ കാരണം. ഇന്ത്യക്കാർ നമ്മളിപ്പോൾ കണക്കാക്കുന്നില്ലേ? ബംഗ്ലാദേശികൾ ഒന്നടങ്കം നമ്മൾ വേണ്ടാന്ന് പറയുന്നു. അതിനകത്ത് ചില ആൾക്കാർ ബംഗ്ലാദേശി ഹിന്ദുക്കൾ ഇവിടെ നിൽക്കേണ്ട, ബാക്കിയുള്ളവരെല്ലാം പോകട്ടെന്ന് പറയുന്നത്. ഇതാണ് തമാശ എന്ന് പറയുന്നത്. ഇത് ലോകത്ത് മുഴുവനും ഉണ്ടാവുകയാണ്. അത് ബ്രിട്ടനിൽ കുറച്ച് തീവ്രമായിട്ടത് കാര്യങ്ങളങ്ങ് പോകുന്നു. ഇനി ഞാൻ തായ്വാൻ്റെ കാര്യം പറയാം. അവിടെ ഒരു മിഡ് ബോൾ നടക്കുകയാണ്. അവിടെ ബോർഡുകളിൽ എഴുതി വച്ചിരിക്കുകയാണ്, അത് സർദാറിൻ്റെ ഇന്ത്യക്കാരൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ആ പാർട്ടി അധികാരത്തിൽ വന്നാൽ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ പുറത്താക്കും. നിങ്ങളിത് വലിയ വേവലാതിപ്പെടേണ്ട കാര്യം. ലോകത്ത് മുഴുവൻ നടക്കുക. ഇത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, മറ്റുള്ള രാജ്യത്ത് എന്തുകൊണ്ട് നടന്നുകൂടാ? സിമ്പിളായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ആ രാജ്യത്തിൻ്റെ സംസ്കാരം നശിപ്പിക്കുന്നു, ആ രാജ്യത്തിൻ്റെതായിട്ട് പൈതൃകം നശിപ്പിക്കുന്നു. അതിന് പല ഇന്ത്യക്കാരും പ്രശ്നക്കാരാണ്. അവർ അതേപോലെ തന്നെ അവിടുത്തെ പോലീസിനും സർവീസിനും അവിടുത്തെ ജനങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അവർക്ക് അതിൻ്റെ ക്ലച്ചസ് നഷ്ടപ്പെട്ടു. ഒരു കാര്യം കൂടെ പറയട്ടെ, ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അമേരിക്കയും അതായത് ഇസ്രായേലും പറഞ്ഞു ജൂയിഷ് കമ്മ്യൂണിറ്റിയോട് തിരിച്ച് അവരുടെ നാട്ടിലോട്ട് വരാൻ. എത്രയോ വർഷമായിട്ട് അവിടെ ജനിച്ച് വളർന്ന അവിടെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരോടാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളത് വിടുക, നിങ്ങൾ തിരിച്ച് ഇസ്രായേലിലോട്ട് പോകുക. അമേരിക്ക പറഞ്ഞു ആ ജൂയിഷുകാരോട് നേരെ അവർ അമേരിക്കയിൽ പോകാൻ. ഇന്ത്യക്കാർക്ക് പ്രശ്നമുണ്ട്. ഈ സർദാർമാർ ഭയങ്കര പ്രശ്നം അവിടെ നേരിടുന്നത്. ഇതേ സർദാർമാർ, സിഖുകാർ എന്താണ് UK കാണിച്ചത്? ഇന്ത്യൻ ഡിപ്ലോമാറ്റ്, സർദാറായിട്ടുള്ള ഡിപ്ലോമാറ്റ് അവിടെയുള്ള ഒരു സിഖ് ഗുരുദ്വാരയെ പോകാൻ അടിക്കാൻ പോയി. ആൻറ്റി ഇന്ത്യ. ഇന്ന് സിഖുകാർ പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഇടപെടണം. അവിടെ ജനിച്ച് വളർന്ന സിഖുകാരന് ഭയമായി. കാരണം അവൻ കൃപാൺ വെച്ച് കടന്ന് അവൻ ഒരുത്തരെ കുത്തിക്കൊന്നു. കാരണം ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യം പഴയ ബ്രിട്ടനല്ല, പൂർണ്ണമായിട്ടും അതൊരു ക്രിമിനൽസിനെ കൊണ്ടങ്ങായി. ആ രാജ്യം തന്നെ ഇല്ലാതാകുകയാണ്. മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ ബ്രിട്ടനിലെ റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസിനെ, റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആരാ? അമേരിക്ക കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടൻ ഇത്രയും തിളയ്ക്കാൻ കാരണം? വേറെ കാരണമുണ്ട്. ഇന്ത്യയിലെ ഈ ക്രിസ്ത്യാനികളെ അടിക്കുന്ന സംഭവങ്ങളൊക്കെ ലോകം മുഴുവനും ക്ലിപ്പായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സർദാർമാരെ എടുത്തിട്ട് അടിക്കുന്നത് അവിടെ.
ഇന്ത്യക്കാരെ കയറി അടിക്കുന്നത്. ഇതിൻ്റെ കാര്യമുണ്ട്. അതിനകത്ത് അവർക്കറിയത്തില്ല ഇവൻ ക്രിസ്ത്യാനിയാണോ ബെന്തിക്കോസൊന്നും അറിയത്തൊന്നുമില്ല. ഇന്ത്യൻ സ്കിൻ കാണുന്നു, അവൻ ഹിന്ദുവാണ്, അവൻ ക്രിസ്ത്യാനിക്കെതിരെയാണ്. കാരണം അവിടെയുള്ള ഹാർഡ് കോർ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവർ അവർ പുറത്തൊന്നും വരുത്തൊന്നുമില്ല. മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാരെന്ന് പറയുക അമേരിക്കയിൽ വലിയൊരു കൂട്ടം ജനസമൂഹം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ. കാരണം അവരാണ് ഏറ്റവും കൂടുതലോട് കുടിയേറിയിരിക്കുന്നത്. അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എപ്പോഴും അമേരിക്കയ്ക്ക്. അതുകൊണ്ടാണ് അമേരിക്ക ബ്രിട്ടനെ തള്ളി പറയും, അവിടുത്തെ പൊളിറ്റീഷ്യനെ തള്ളി പറയും. പക്ഷെ ബ്രിട്ടീഷുകാരെ, അയർലൻഡുകാരെയും സ്കോട്ട്ലൻഡുകാരനെയും അവൻ തള്ളി പറയുന്നത്. കാരണം അവൻ്റെ ആൾക്കാർ തന്നെ അവിടെ പോയിരിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ലോകത്ത് റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ മണ്ണിൻ്റെ ഭാഗമാണ്, മണ്ണിൻ്റെ മക്കളാണ്. അതായത് കന്നഡക്കാർ പറയുന്നു നമ്മ കന്നഡ, നമ്മ റെയിൽ. തമിഴന്മാർ പറഞ്ഞു അത് അവൻ്റേതാണ്. ഇതൊക്കെ ഓരോ ഭാഗത്തും ഇതിനകത്തുണ്ടാകുന്ന ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിൻ്റെ തീവ്ര സ്വഭാവമാണ് ഇന്ന് ബ്രിട്ടനിലും ഈ പറയുന്ന ജർമ്മനിയിലും അമേരിക്കയിലും കാണുന്നത്. ഇത് നാളെ ഓസ്ട്രേലിയയിലുണ്ടാകാം, ഇത് നാളെ ന്യൂസിലാൻഡിലുണ്ടാകാം, മറ്റുള്ള വെസ്റ്റേൺ കൺട്രീസിലുണ്ടാകാം. ഇതിൻ്റെ പോസിബിലിറ്റി ഒന്നും തള്ളിക്കളയരുത്. റഷ്യയിലുണ്ടായില്ലേ? സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു അസർബൈജാനും ഉസ്ബെക്കിസ്ഥാനും ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ. റഷ്യ സെപ്പറേറ്റായി, വേറെ രാജ്യമായി. ഈ ഉസ്ബെക്കിസ്ഥാനും അസർബൈജാനും അവിടെ ജോലിക്ക് വരുന്ന ആൾക്കാരെ മോസ്കോയിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ പോവാണ് റഷ്യക്കാർ. എന്തോ അവിടെ റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടിയാണോ ഭരിക്കുന്നത്? അല്ല, വ്ളാദിമിർ പുടിനാണ് ഭരിക്കുന്നത്. അവിടെ അടിയാണ് പ്രശ്നം. അതായത് ലോകത്തിൻ്റെ ഈ പറയുന്ന ഒരു റൈറ്റ്, സെൻറ്റർ, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ സെൻറ്റർ എന്ന് പറയുന്ന സംഭവത്തിന് നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികളുടെ എണ്ണം കുറയുകയാണ്. അതായത് ഗ്ലോബലായിട്ട് എക്കണോമിക് ഇഷ്യൂ, മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ, ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതേപോലെ അൺസർട്ടനിറ്റിയും പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് മതമുണ്ടാകാം, ജാതി ഉണ്ടാകാം, മറ്റുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടാകാം. പക്ഷേ റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് അവരുടേതാണ് രാജ്യം. ഇന്ത്യക്കാർ പറയത്തില്ലേ ഞങ്ങളുടേതാണ് രാജ്യം, അതുകൊണ്ട് ബംഗ്ലാദേശികളോട് പാടില്ല. അതേപോലെ ബ്രിട്ടീഷുകാർ, അതായത് കൺസർവേറ്റീവായിട്ടുള്ള ബ്രിട്ടീഷുകാർ പറയുന്നത് അവരുടേതാണ് ഈ രാജ്യം, ഇവിടെ മറ്റുള്ള ആൾക്കാർ പാടില്ല, അവർക്കിവിടെ ജോലി കൊടുക്കാൻ പാടില്ല, അവിടെ അസൈല്യമായിട്ട് വന്നവരെ അവരുടെ ടാക്സ് എടുത്ത് ഗവൺമെൻറ് അവരെ ഫീഡ് ചെയ്യാൻ പാടില്ല, ഇവരെല്ലാം ക്രിമിനൽസ്. കാരണം അവിടുത്തെ ജയിലുകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്, അവിടുത്തെ പോലീസ് വളരെ ഇനാക്റ്റീവാണ്. അത് ബ്രിട്ടീഷ് പോലീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു സമയത്ത് സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോലീസ് സംഭവമായിരുന്നു. അതേപോലെ അയർലൻഡ്, അവിടുത്തെ പോലീസ് സംവിധാനം വരെ വീക്കായി മാറി. അവിടെ എത്രയോ മോഷണങ്ങളും ഈ തെരുവിൽ കൂടെ പോയി കഴിഞ്ഞാൽ മൊബൈൽ അടിച്ചുകൊണ്ട് പോകുന്നു, എത്രയോ കേസുകളുണ്ട്, എത്രയോ ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ആ കേസുകളൊന്നും അന്വേഷിക്കാൻ പോലും അവിടെ പോലീസിൻ്റെ മാൻ പവർ ഇല്ല. അതേപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിൻ്റുണ്ട്. ബ്രിട്ടനിലെ പോലീസിനകത്ത് ഈ പറയുന്ന അവിടെയുള്ള ബ്രിട്ടീഷുകാർ, അതായത് സായിപ്പന്മാർ, അവർ തന്നെ ഈ പറയുന്ന റൈറ്റ് വിങ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ ബ്രിട്ടൻ ഈ കലാപമൊക്കെ അടിച്ചമർത്താൻ പറ്റും. അവർ ഡെലിബറേറ്റായിട്ട് വിട്ടുകൊടുക്കുക. കാരണം കീർ സ്റ്റാമർക്ക് ഈ പറയുന്ന പോപ്പുലാരിറ്റി ഇല്ല, അയാളെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കുറയുന്നു. 6-7 മിനിസ്റ്റേഴ്സാണ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് റിസൈൻ ചെയ്തത്. ടോമി റോബിൻസൺ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും ഇലക്ഷൻ്റെ അകത്ത് അവരുടെ അജണ്ട ഉണ്ടാകും. ആ അജണ്ടയ്ക്കകത്ത് പ്രധാനമായിട്ടും പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഇമ്മിഗ്രൻസ് ആയിട്ട് വന്നവരെ 50% അവർ പുറത്താക്കും. അത് വെച്ചായിരിക്കും അവർ ഇലക്ഷനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ലോകത്തുള്ള എല്ലാ രാജ്യത്തും അവിടെ ഇമ്മിഗ്രൻസ് ആയിട്ട് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയവർ പോലും മനസ്സിലാക്കുക അവർക്കിത് ത്രെട്ട് തന്നെയാണ്. അവർക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷന് ആ പറയുന്ന സംഭവങ്ങളൊക്കെ അവർക്ക് ഈസി ആയിട്ട് മാറ്റി എഴുതാൻ സാധിക്കും. പാർലമെൻറ്റിൽ അവതരിപ്പിച്ചാൽ മതി. എന്നിട്ട് ഈ പറയുന്ന പല ആൾക്കാരോടും തിരിച്ചു പോകാൻ പറയും. മനസ്സിലാക്കുക, പല രീതിയിലും പഠിക്കാനും മറ്റുള്ള ജോലിക്കൊക്കെ അവിടെ പോയ പല മലയാളികളുണ്ട്. അവരോടാണ് പറയുന്നത് നമ്മുടെ രാജ്യം ഇന്ത്യ തന്നെയാണ്. കാരണം ഇവിടെ തൊഴിലില്ല, അതിൻ്റെ പേരിലാണ് നമ്മൾ പോയത്. പക്ഷെ ആലോചിക്കണം, ഈ പറയുന്ന ലോകത്ത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെ നിങ്ങൾ വിദേശി തന്നെയാണ്, സ്വദേശിയല്ല. അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ വിദേശി തന്നെയാണ്. നിങ്ങളുടെ
ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ അവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അവിടെ തെരുവിൽ കാണിക്കുന്ന പല ആർഭാടങ്ങളും പരിപാടികളും റിച്വൽസും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വളരെ വിസിബിൾ ആണെങ്കിൽ ഇവരിതൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവരങ്ങനൊന്നും വിട്ടുപോകത്തുമില്ല. നമ്മുടെ നാട്ടിൽ കത്തിയും അടിയും ബഹളവും ഒക്കെ ആണെങ്കിൽ അവൻ തോക്കും കൊണ്ടിറങ്ങും. അതായത് അവർ തോക്കും കൊണ്ട് റൈഫിളും കൊണ്ട് അവൻ ഇറങ്ങും. അവൻ കത്തിക്കുന്ന കാര്യത്തിലും ബെൽഫാസ്റ്റിലും അയർലൻഡിലൊക്കെ കണ്ടതാണ്. അവൻ കത്തിക്കുന്ന കാര്യത്തിൽ അവൻ പുറകിലല്ല. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാണിക്കുന്ന പോലുള്ള സംഭവം ഒക്കെയാണെന്ന് ബ്രിട്ടൻ എന്ന് പറയുന്നൊരു ഡെവലപ്ഡ് നേഷനീ കാണുന്നത്. ഇതിൻ്റെ ഈ ഒരു ഗതികേട് എല്ലാ മലയാളികളും മനസ്സിലാക്കിയിരിക്കുക. സേഫ് സോൺ അല്ല ബ്രിട്ടൻ. അവിടെ ഇമിഗ്രൻസ് ആയിട്ട് പോയിട്ടുള്ളവർക്ക് അവിടെ എത്ര വർഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കടയും ബിസിനസ്സും മറ്റുള്ള പരിപാടികളും ജോലിയൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ കുട്ടികൾ അവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ രാജ്യം എന്ന് പറയുന്നത് അവരുടേതാണ്. ആ രാജ്യത്ത് അവിടെ നമ്മൾ കുടിയേറി അവിടെ ബിസിനസ്സും മറ്റുമായി പോയി നമ്മൾ അതിൻ്റെ മര്യാദ പാലിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ എല്ലാ ഇന്ത്യക്കാരനെയും ഇത് കൃത്യമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.